2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎഇയിലെത്തി. അബുദാബി വിമാനത്താവളത്തിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചു. സുപ്രധാന മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുക, വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള ഇരു രാജ്യങ്ങളുടെയും പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. സൗദി, ഖത്തർ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎഇയിലെത്തിയത്. വ്യോമസേനാ വിമാനങ്ങൾ അതിർത്തിയിലെത്തി ട്രംപിന്റെ എയർഫോഴ്സ് 1 വിമാനത്തിന് അകമ്പടി സേവിച്ചു. അബുദാബി വിമാനത്താവളത്തിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നേരിട്ടെത്തി ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചു. അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിൽ യുഎസ് പ്രസിഡന്റ് സന്ദർശനം നടത്തി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും ഒപ്പമുണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റ്, ഉത്തര ആഫ്രിക്ക മേഖലയിലെ പ്രമുഖ വ്യാപാര പങ്കാളി എന്ന നിലയിൽ യുഎഇയുമായുള്ള പങ്കാളിത്തത്തെ അമേരിക്ക അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. വികസനം, രാഷ്ട്രീയം, സുരക്ഷ, സമ്പദ് വ്യവസ്ഥ, വ്യാപാരം, സൈനികം, അബ്രഹാം കരാറുകളുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം എന്നിവ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ യുഎസ് സഹകരണം ശക്തമായി തുടരുകയാണ്. നിർമ്മിത ബുദ്ധി, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം തുടങ്ങിയ വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. അമേരിക്കയിൽ നിന്നും കൂടുതൽ ഉൽപ്പന്നങ്ങൾ യുഎഇയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് സംബന്ധിച്ചും കരാറുണ്ടാകും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് ട്രംപ് അബുദാബിയിലെത്തിയത്. യുഎഇയിൽ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി യുഎസ് പ്രസിഡന്റ് വെള്ളിയാഴ്ച ഉച്ചയോടെ തിരിച്ചുപോകും. യുഎഇ സന്ദർശിക്കുന്ന 2ാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. 2008 ജോർജ് ഡബ്ല്യു ബുഷാണ് ഇതിനു മുമ്പ് യുഎഇ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്. അമൃത ന്യൂസ്, അബുദാബി.